നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ചാര സംഘടനയാണ് ഇസ്രായേലിൻ്റെ മൊസാദ്. അവർ എവിടെയൊക്കെ ഏതൊക്കെ നിലകളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇന്നും ദുരൂഹമാണ്. ആവശ്യമുള്ള സമയത്തൊക്കെ തന്നെ ഉണർന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇസ്രായേലിന് നൽകാൻ ഈ മൊസാദ് ചാര സംഘടന ഇന്നും ലോകത്തിൻ്റെ പല കോണുകളിലും ഉറങ്ങാതെ പ്രവർത്തിക്കുന്നുണ്ട്. സിനിമാ കഥകളെ വെല്ലുന്ന അട്ടിമറികളും ചാരപ്പണികളും പലപ്പോഴും പശ്ചിമേഷ്യ രാഷ്ട്രീയത്തിൽ പുത്തരിയല്ല. എന്നാൽ ഇറാന്റെ ഏറ്റവും സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനിയെ ചുറ്റിപ്പറ്റി പലപ്പോഴും പലതരത്തിലുള്ള ദുരൂഹ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്മായിൽ ഖാനിയെ കാണാതായത് ഇറാനെയും ലോകത്തെയും ഇപ്പോൾ ഒരുപോലെ അമ്പരിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന ചില വാർത്തകൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്പെഷ്യൽ ഫോഴ്സിലെ ഉന്നത ജനറലായ ഇസ്മായിൽ ഖാനിയെ ഇറാൻ തന്നെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ രഹസ്യ പോലീസായ മൊസാദിന് വേണ്ടി ചാരപ്പണി നടത്തിയെന്നാണ് ഖാനിക്കെതിരെയുള്ള ആരോപണം. അതായത് IRGCയുടെ ഏറ്റവും തലപ്പത്തുള്ള ഒരാൾ തന്നെ മൊസാദ് ഏജന്റ് ആണെന്ന് ഇറാൻ തന്നെ ആരോപിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് ചർച്ചയാക്കുകയാണ്. അറബ് മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ഖാനി ഒറ്റക്കൊടുത്തിരുന്നു. ഇറാന്റെ സഹായികളെ വിദേശത്ത് തയ്യാറാക്കുന്നതിൽ കുപ്രസിദ്ധമായ ഇറാന്റെ എലൈറ്റ് ഖുദ്സ് ഫോഴ്സിന്റെ തലവനായിരുന്നു ഖാനി. അതായത് വിദേശത്തുള്ള ഇറാന്റെ പല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ഒരു തലച്ചോറായിട്ടായിരുന്നു ഇസ്മായിൽ ഖാനി പ്രവർത്തിച്ചിരുന്നത്. ഖമേനിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാൾ. അതേ ഖമേനിയെ തന്നെയാണ് ഈ വിശ്വസ്തൻ ഇപ്പോൾ ഒറ്റിക്കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി ഖാനിക്ക് ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇക്കാര്യം ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച സുപ്രീം നേതാവ് ഖമേനിയെ കൊലപ്പെടുത്തിയ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഖാനിയിൽ സംശയമുയർന്നത്. ഇറാനിയൻ ജനറൽ മറ്റു വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പലപ്പോഴായിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങളിൽ നിന്നും ഈ ഒരു പല ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന നേതാക്കളും അതുപോലെ തന്നെ തലവന്മാരൊക്കെ തന്നെ കമാൻഡർമാരൊക്കെ തന്നെ കൊല്ലപ്പെടുമ്പോൾ ഈ ഖുദ്സ് സേനയുടെ തലവനായിട്ടുള്ള ഇസ്മായിൽ ഖാനി മാത്രം രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. ഇത് തന്നെയായിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ സംശയവും. ഇപ്പോൾ മൊസാദുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ഇസ്മായിൽ ഖാനി കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിക്കാത്ത സ്രോതസ്സുകൾ ഉദ്ധരിച്ച് UAE ദി നാഷണൽ റിപ്പോർട്ട് അടക്കം ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. ഖാനി ഇസ്രായേലിന്റെ ചാരനാണോ അതോ ഇറാന്റെ തടവറയിലോ എന്ന ചോദ്യം ഉയരുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാര സംഘടനയായ മൊസാദിലേക്കാണ്. അതിത്രില്ലറുകളായ സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ് ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദിന്റെ പ്രവർത്തന ശൈലി. തങ്ങളെ ചെറുക്കാനുള്ള യൂണിറ്റിൽ പോലും തങ്ങളുടെ ചാരന്മാരെ കയറ്റിയ ചരിത്രവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വിപുലവും ശക്തവുമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള മൊസാദിനെ ഇറാന്റെ ഖുദ്സ് സേനയിൽ വരെ ഇസ്രായേൽ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല, ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് ആയിരുന്നു. ഇപ്പോൾ IRGC കമാൻഡർ ഇസ്മായിൽ ഖാനിയുമായി ബന്ധപ്പെട്ടാണ് മൊസാദിന്റെ ആ കരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. കാരണം ഇസ്മായിൽ ഖാനി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇറാന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ മിണ്ടുന്നില്ല. ഇസ്മായിൽ ഖാനി ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഇറാൻ അദ്ദേഹത്തെ വധിച്ചു എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ചാരവൃത്തി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഖാനിയെ അറസ്റ്റ് ചെയ്യുകയും ഒരുപക്ഷെ വധിച്ചിട്ടുണ്ടാകാം എന്നുമുള്ള റിപ്പോർട്ടുകൾ അറബ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ടെഹ്റാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എമിറേറ്റി മാധ്യമമായ ദി നാഷണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. 67കാരനായ ഇസ്മായിൽ ഖാനിയെ ചുറ്റിപ്പറ്റി വർഷങ്ങളായി പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും പല ആക്രമണങ്ങളിലായി കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ 9 ജന്മമുള്ള മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്.
2020 ജാനുവരിയിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ മുൻഗാമിയായ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് IRGCയുടെ ഖുദ്സ് സേനയുടെ കമാൻഡറായി ഘാനി ചുമതലയേറ്റത്. മധ്യേഷ്യയിലുടനീളമുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യത്തെ കെട്ടിപ്പടുക്കുന്നതിനും ആയുധം നൽകുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഇറാന്റെ വിദേശ പ്രവർത്തന വിഭാഗമാണ് ഖുദ്സ് സേന. അദ്ദേഹത്തിന്റെ നേതൃത്വ കാലത്ത് ആ ശൃംഖലയിലെ ഏറ്റവും പ്രമുഖരായ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള, ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. ഓൺലൈനിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അനുസരിച്ച് ഹനിയെ വധിച്ച് ഓപ്പറേഷന് വഴിയൊരുക്കിയ വിവരങ്ങൾ നൽകിയതും ഘാനിയാണെന്ന് പറയപ്പെടുന്നു. ടെഹ്റാനിലെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഘാനി ഹനിയെ സന്ദർശിച്ച് അധികം വൈകാതെ തന്നെ ഇസ്രായേൽ ആ താവളം ബോംബിട്ട് തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ മേഖലയിൽ ഉടനീളം നടന്ന ആക്രമണങ്ങളിലും ഇറാനിലെ മറ്റ് ഡസൻ കണക്കിന് മുതിർന്ന കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ അയത്തുള്ള അലി ഖമേനിയും മറ്റു ചില മുതിർന്ന ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ പ്രാദേശിക പ്രോക്സി ശൃംഖലയെ നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഘാനി കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇറാന്റെ നേതൃനിരയെ തുടച്ചു നീക്കിയ പല ആക്രമണങ്ങളോടും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഘാനി എന്ന ആരോപണം ഉയർന്നതോടെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിച്ചത്. ഖമേനി കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് തൊട്ടു മുമ്പുള്ള മിനിറ്റുകളിൽ ഘാനി ആ സ്ഥലത്ത് നിന്ന് മാറിയെന്നാണ് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. ഇസ്രായേലിലെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത് ഘാനിയാണെന്ന് വിശ്വസിക്കാൻ ചിലരെ പ്രേരിപ്പിക്കുന്നതും ഇതാണ്. മൊസാദ് റിക്രൂട്ട് ചെയ്ത ഒരു ഏജന്റ് ഖമേനിയുടെ മൃതദേഹത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അയച്ചു നൽകിയെന്ന റിപ്പോർട്ടുകൾ ഈ അഭ്യൂഹങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു. ആ സമയത്ത് വന്നൊരു വാർത്തയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഖമേനിയുടെ മരിച്ചു കിടക്കുന്ന മൃതദേഹത്തിന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അത് ആരാണ് എന്നുള്ള സംശയം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നതും ഘാനിയിലേക്കാണ്. ഇസ്രായേൽ നേരത്തെ തങ്ങൾ വധിക്കാൻ ഉദ്ദേശിക്കുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെയും ഇറാനുമായി ബന്ധമുള്ളവരുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ആ പട്ടിക പൂർത്തിയായതായി പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ ഘാനിയുടെ പേരുണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ദി നാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പേര് വെളിപ്പെടുത്താത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഘാനി പങ്കെടുത്തേക്കാവുന്ന പല യോഗങ്ങളും സ്ഥലങ്ങളും പിന്നീട് മാരകമായ ആക്രമണങ്ങൾക്ക് തകർക്കപ്പെട്ടു എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ ഘാനി കൊല്ലപ്പെട്ടതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 2025 ജൂണിൽ ടെഹ്റാനിൽ നടന്ന ഒരു പൊതുചടങ്ങിൽ സിവിൽ വസ്ത്രം ധരിച്ച് അദ്ദേഹം അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ 2024 ഒക്ടോബറിലും അദ്ദേഹം മരിച്ചതായി വാർത്ത പ്രചരിച്ചിരുന്നു. തുടർന്ന് ഇറാനിയൻ TV-യിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ നേതൃത്വ ഘടനയിലേക്ക് ഇസ്രായേൽ നുഴഞ്ഞു കയറിയതിനെ തുടർന്ന് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ ഇറാൻ ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഭാഗമായി ഘാനിയെയും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളെയും ഒറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തുവെന്നും പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മേഖലയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അദ്ദേഹം വധിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ഉയരുന്നത്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ വലിയ അഴിച്ചുപണികൾ നടക്കുകയാണ്. ഒരു പുതിയ പരമോന്നത നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ ഘാനിയെ പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അപ്രതീക്ഷിതമായത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷ എത്രത്തോളം തകർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. 2020 ജാനുവരിയിൽ തന്റെ മുൻഗാമിയായ ഖാസിം സുലൈമാനിയെ US വധിച്ചതിനു ശേഷം ഘാനി ഖുദ്സ് സേനയുടെ കമാൻഡറായത്.